നമസ്കാരം. നിനച്ചിരിക്കാതെ ഒരു അത്യാവശ്യം വരുമ്പോൾ സാധാരണക്കാർ എപ്പോഴും കാണുന്ന വഴിയാണ് സ്വർണം പണയം വെക്കൽ. കാരണം അവനവന്റെ കയ്യിലെ സമ്പാദ്യമാകുമ്പോൾ ആരുടെയും അനുവാദം വേണ്ട, ഇഷ്ടത്തിന് കൊണ്ടുവയ്ക്കാം, കാര്യം നടത്താം, എന്നിട്ട് കയ്യിൽ പണം വരുമ്പോൾ എടുക്കാം എന്നതായിരിക്കും കണക്കുകൂട്ടൽ. എന്നാൽ സാധാരണക്കാരുടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം മൊത്തത്തിൽ തെറ്റിക്കുന്ന ഒരു ഗോൾഡ് വായ്പാ നയമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് എടുത്തിരിക്കുന്നത്. ഈ ഒക്ടോബർ 1 മുതൽ ഈ വായ്പാ നയം മൊത്തത്തിൽ സാധാരണക്കാർക്ക് പണിയായിരിക്കുകയാണ്. അതായത് പഴയതുപോലെ സ്വർണം പണയം വെച്ചിട്ട് പലിശ അടച്ചു പുതുക്കാമെന്നു കരുതിയാൽ ഇനി അത് നടക്കില്ല. പണയത്തിൽ ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥ കർശനമാക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്ക്. മുതലും പലിശയും 12 മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം. പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കുന്ന രീതി നിർത്തലാക്കുകയും ചെയ്തു. വായ്പാ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരികയാണ് ഇതിന്റെ ലക്ഷ്യം. വായ്പ അടച്ചു തീർത്താൽ പണയ സ്വർണം ഉടനെ തിരികെ നൽകുവാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുന്നതിനും വ്യവസ്ഥയുണ്ട്. ഉപഭോക്താക്കളുടെ സംരക്ഷണം, വായ്പാ പ്രക്രിയയിലെ സുതാര്യത, തിരിച്ചടവിലെ അച്ചടക്കം എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം. 2 ഘട്ടമായാണ് വ്യവസ്ഥകൾ പ്രാബല്യത്തിലാവുക. അതിൽ 1-ാം ഘട്ടം ഒക്ടോബർ 1-ന് നിലവിൽ വന്നു. 2-ാം ഘട്ടം അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും. വായ്പാ കരാർ, മൂല്യനിർണയം, ലേല നടപടികൾ എന്നിവ സുതാര്യമാക്കുകയും വേണം. ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും RBI നിർദ്ദേശിക്കുന്നുണ്ട്. 2026 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണപ്പണയത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയാം. അതായത് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കായി അനുവദിക്കാം. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകൾക്കാണെങ്കിൽ മൂല്യത്തിന്റെ പരിധി 80% അതിന് മുകളിലാണ് വായ്പയെങ്കിൽ 75%മായും നിശ്ചയിച്ചിട്ടുണ്ട്. വായ്പ മുഴുവനും തിരിച്ചടച്ചാൽ പണയം വെച്ച സ്വർണം അന്നു തന്നെ അല്ലെങ്കിൽ 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തിരികെ നൽകണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ പിഴ നൽകേണ്ടി വരും. വായ്പാ കരാറിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈട്, സ്വർണത്തിന്റെ മൂല്യനിർണയ രീതി, ലേല വ്യവസ്ഥ, സമയക്രമം, സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധി എന്നിവ വായ്പാ കരാറിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തണം. ഇനി സ്വർണത്തിന്റെ മൂല്യനിർണയം എങ്ങനെയാണ് നടത്തുന്നതെന്ന് കൂടി നോക്കാം. അതായത് 30 ദിവസത്തെ ശരാശരി വിലയോ തലേ ദിവസത്തെ വിലയോ ഏതാണ് കുറവ് അതനുസരിച്ചായിരിക്കും മൂല്യം നിശ്ചയിക്കുക. സ്വർണത്തിന്റെ തനത് മൂല്യം മാത്രമേ വായ്പയ്ക്കായി പരിഗണിക്കൂ. കല്ലുകൾ, രത്നം, പണിക്കൂലി എന്നിവ ഒഴിവാക്കും. ഇനി ലേല നടപടികൾ എങ്ങനെയാണ് എന്നുകൂടി അറിയാം. പണയ സ്വർണം ലേലം ചെയ്യുന്നതിന് മുമ്പ് വായ്പ എടുത്തയാളെ മുൻകൂർ അറിയിക്കണം. ലേലത്തിനുള്ള മിനിമം തുക വിപണി മൂല്യത്തിന്റെ 90%-മായി നിശ്ചയിക്കണം. 2 ലേലങ്ങൾ പരാജയപ്പെട്ടാൽ വില 85%-മായി കുറയ്ക്കാം. ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക തുക 7 ദിവസത്തിനുള്ളിൽ വായ്പയെടുത്തയാൾക്ക് തിരികെ നൽകണം. വായ്പയുടെ എല്ലാ നിബന്ധനകളും, സ്വർണത്തിന്റെ മൂല്യനിർണയ വിശദാംശങ്ങളും വായ്പയെടുത്തയാൾ ആവശ്യപ്പെടുന്ന ഭാഷയിലായിരിക്കണം. നിരക്ഷകരായ വായ്പക്കാർക്ക് സ്വതന്ത്ര സാക്ഷിയുടെ മുന്നിൽ വെച്ച് നിബന്ധനകൾ വിശദീകരിച്ച് നൽകണം. ഒക്ടോബർ 1 മുതൽ നിലവിൽ വന്ന മാറ്റം അനുസരിച്ച് സ്വർണം വാങ്ങുന്നതിന് വായ്പയില്ല. ആഭരണങ്ങൾ, കോയിൻ, ETF എന്നിവ ഉൾപ്പെടെ ഏത് രൂപത്തിലുള്ള സ്വർണം വാങ്ങുന്നതിനും ഇനി വായ്പ ലഭിക്കില്ല. ശുദ്ധീകരിക്കാത്ത സ്വർണം എന്ന് വെച്ചാൽ അസംസ്കൃത രൂപത്തിലുള്ള സ്വർണത്തിനോ വെള്ളിക്കോ വായ്പ നൽകാനാവില്ല. സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും. മുമ്പ് ഇത് ജുവലറികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ചെറുപട്ടണങ്ങളിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും സ്വർണ്ണ വായ്പ നൽകാൻ അനുമതിയായി. സ്വർണത്തിന്റെ വായ്പയുടെ തിരിച്ചടവ് കാലാവധി 270 ദിവസം വരെയാകാം. പുറം കരാർ അടിസ്ഥാനത്തിൽ ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കും. ആഭരണ നിർമ്മാതാക്കൾക്ക് നൽകുന്ന വായ്പാ സംവിധാനമാണ് ഗോൾഡ് മെറ്റൽ ലോൺ.
പണത്തിന് പകരം സ്വർണം മൂലധനമായി നൽകുന്നുണ്ട്. കടമെടുത്ത സ്വർണം ഉപയോഗിച്ച് ആഭരണം നിർമ്മിക്കുകയും വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നതാണ് രീതി. ആഭരണ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് 1998 ആരംഭിച്ച ഗോൾഡ് മെറ്റൽ ലോൺ പദ്ധതിയുടെ പരിഷ്കരിച്ച കരട് രൂപരേഖ RBI പുറത്തിറക്കി. ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമുമായുള്ള ബന്ധമുള്ള പദ്ധതികളുടെ പുതുക്കിയ കരട് കൂടുതൽ സുതാര്യത കൊണ്ടുവരുവാനും ജുവലറികൾക്ക് വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്നതാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച